സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CV നിർമ്മല എഴുതിയ മറുതീരം തേടി. ഹോസ്പിറ്റലിൻ്റെ പാർക്കിംഗ് ഏരിയയിലെ തണൽ മരത്തിന് കീഴിൽ വെച്ച് അനിൽ ബാബുവിൻ്റെ സുഹൃത്തുക്കൾ തിടുക്കപ്പെട്ട ഒരു കൂടിയാലോചന നടത്തി. നയോമി മടങ്ങിപ്പോയ നിലയ്ക്ക് അടുത്ത നടപടി എന്ത് എന്നതായിരുന്നു പ്രധാന വിഷയം. അവിടെ കൂടിയവരെല്ലാം ഇതിനകം പല വിധത്തിൽ ചെറുതും വലുതുമായ തുക ചെലവാക്കി കഴിഞ്ഞു. തിരിച്ചു കിട്ടുമെന്നോ കിട്ടാതിരിക്കണമെന്നോ പ്രതീക്ഷിച്ചല്ല ആരും കൈമേയും മറന്ന് സഹായിച്ചത്. പക്ഷേ ഇനി വയ്യ. കാരണം അനിലിൻ്റെ കാര്യത്തിൽ ഉത്തരവാദിത്തത്തോടെ ചികിത്സയുടെ നേതൃത്വം ഏറ്റെടുക്കാൻ ഒരാൾ മുന്നോട്ട് വരണം. ഇപ്പോൾ അങ്ങനെ ആരുമില്ല. കൊടുക്കുന്നതിനും വാങ്ങുന്നതിനും കണക്കില്ല. ഇനി അങ്ങനെ വെറുതെ കൈ അയച്ചു കൊടുക്കാൻ ആരുടെ കയ്യിലും പണമില്ല. ഒരു ചികിത്സാ സഹായ ഫണ്ട് രൂപീകരിച്ചാലോ? രമേശ് ജയറാം ഒരഭിപ്രായം പറഞ്ഞു. ആര് തരും ഫണ്ട്? ഈ നമ്മളൊക്കെ തന്നെ പിരിവിടണം. നമ്മുടെ പോക്കറ്റ് കീറിക്കഴിഞ്ഞിരിക്കുന്നു. മാറി നിൽക്കുന്ന 5-10 പേര് കൂടി സഹായിച്ചാൽ അനി ബാബുവിൻ്റെ ചികിത്സ നടക്കുമോ? നിരഞ്ജൻ ചോദിച്ചതിന് മറുപടി ഉണ്ടായില്ല. ഉപേക്ഷിച്ച് പോകാനും വയ്യല്ലോ. ധീരജ് ധർമ്മസങ്കടത്തിലായി. അനിലിൻ്റെ അനുജനെ വിളിച്ചോണ്ട് വാ, അവനെന്തെങ്കിലും ഐഡിയ ഉണ്ടോയെന്ന് നോക്കാം. ജയകൃഷ്ണൻ പോയി ജഗജിത്തിനെ വിളിച്ചുകൊണ്ടുവന്നു. ജഗജിത്തിനൊപ്പം അനിലിൻ്റെ കുട്ടിയും കൂടി വന്നു. അവനാണ് അതിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്. അനിലിൻ്റെ ചികിത്സ നടത്തുന്നതിന് എന്തെങ്കിലും മാർഗം കണ്ടിട്ടുണ്ടോ? ചോദ്യം കേട്ട് ജഗജിത്ത് കണ്ണുമിഴിച്ചു. അവൻ ഓരോരുത്തരെയും മാറി മാറി നോക്കി. നീയല്ലേ ഇനി ഉത്തരവാദിത്തപ്പെട്ടവൻ? വേറെ ആരുണ്ട്? എനിക്ക് അറിഞ്ഞൂടാ. അവൻ്റെ മുഖത്ത് എന്നോടാണോ ഇതൊക്കെ ചോദിക്കുന്നേ എന്ന ആശ്ചര്യഭാവം വിട്ടൊഴിയാതെ നിന്നു. നിങ്ങളുടെ ബന്ധുക്കളോ സ്വന്തക്കാരോ ആരെങ്കിലും ഉണ്ടോ? കയ്യിൽ പൈസയുള്ളവർ? അമ്മാവന്മാരോ ചെറിയച്ഛനോ വല്യച്ഛനോ ആരെങ്കിലും? ഇവിടെ അല്ലെങ്കിൽ ഗൾഫിലോ മറ്റെവിടെയെങ്കിലും? അങ്ങനെയൊന്നും ആരുമില്ല. ചുമ്മാ ചോദ്യത്തിന് ഉത്തരം പറയുന്ന പോലെ മതിയോ? അന്വേഷിക്കണ്ടേ? നിന്റെ സ്വന്തം ഏട്ടനാ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നേ. നീ ഇങ്ങനെ ചുമ്മാ ഈ കൊച്ചിനെ എടുത്തോണ്ട് തെക്ക് വടക്ക് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? നീരജന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ വീടും സ്ഥലവും ഒക്കെ ആരുടെ പേരിലാ? അതല്ല, അമ്മയുടെ പേരിലാ. അതെവിടെയെങ്കിലും ഈട് വെച്ച് കുറച്ച് പൈസ എടുക്കാൻ പറ്റുമോ? അതിപ്പോൾ തന്നെ ഈട് വെച്ചിരിക്കുക, മാളുവിൻ്റെയും എൻ്റെയും വിദ്യാഭ്യാസ ലോണിന്. പക്ഷെ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോയി പണയം കൊടുക്കണ്ടല്ലോ. എനിക്കെടുത്തപ്പം വേണ്ടായിരുന്നു, മാളുവിനും കൂടി വേണ്ടി വന്നപ്പോൾ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവച്ചു. ഇതൊക്കെ നിനക്ക് കൃത്യമായിട്ട് അറിയാം അല്ലേ? ജയകൃഷ്ണൻ നീരസപ്പെട്ടു. നീ ചെന്ന് അമ്മയെ വിളിച്ചോണ്ട് വാ, നീരജ് കുമാർ പറഞ്ഞു. ജഗജിത്ത് സംശയിച്ചു നിന്നു. ഞങ്ങളൊക്കെ ഇപ്പോൾ പല വഴിക്ക് തിരിഞ്ഞു പോകും. പിന്നെ നീ ആകാശത്തോട്ട് നോക്കി നിൽക്കേണ്ടി വരും. ജഗജിത്ത് ഉടൻ അമ്മയെ വിളിച്ചുകൊണ്ടുവരാനായി ഹോസ്പിറ്റലിലേക്ക് കയറിപ്പോയി. അല്പം കഴിഞ്ഞപ്പോൾ നയോമിയുടെ കാർ ഹോസ്പിറ്റൽ കവാടത്തിലൂടെ പാർക്കിംഗ് സ്ഥലത്തേക്ക് വന്നു. ആ ദാ നയോമി എത്തിയല്ലോ. ജയകൃഷ്ണൻ പ്രതീക്ഷയോടെ എല്ലാവരെയും മാറി മാറി നോക്കി. തിരിച്ചു പോയെന്നാണല്ലോ അവൾ എന്നോട് പറഞ്ഞത്. നീരജ് കുമാർ വിസ്മയം കൊണ്ടു. നിന്റെ ഭീഷണി ഏറ്റു, അതാ കാര്യം, രമേശ് ജയറാം പറഞ്ഞു. കാർ പാർക്ക് ചെയ്ത ശേഷം ഉദയഭാനുവും കൃഷ്ണമ്മയും നയോമിയും ഡോർ തുറന്നിറങ്ങി. നയോമി നാലുപാട് നോക്കുന്നത് കണ്ട് ജയകൃഷ്ണൻ കൈകാട്ടി വിളിച്ചു. നയോമി, ഞങ്ങൾ ഇവിടെയാ. നയോമി അത് കണ്ടു. 3 പേരും കൂടി അങ്ങോട്ട് ചെന്നു. നയോമി ഈ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നോ? ജയകൃഷ്ണൻ ഭംഗിവാക്കുന്ന പോലെ ചോദിച്ച് സംഭാഷണത്തിന് തുടക്കമിട്ടു. ഞങ്ങൾ തൊടുപുഴയ്ക്ക് തിരിച്ചു പോയതാ. നീരജേട്ടൻ വിളിച്ചത് കൊണ്ടാ തിരിച്ചു വന്നേ. പിന്നെ ഭീഷണി കേട്ട് പേടിച്ചിട്ടൊന്നുമല്ല. നമുക്കിടയിൽ തർക്കമൊന്നും വേണ്ട നയോമി. അനിലിൻ്റെ അവസ്ഥ അറിയാലോ. ഇനി എന്ത് ചെയ്യും? ആര് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാ. ഇതൊക്കെ ഇവിടെ നിന്ന് നമ്മൾ തമ്മിൽ മാത്രം സംസാരിച്ചാൽ മതിയോ? അനിലിൻ്റെ വീട്ടുകാരെ കൂടി വിളിക്കണ്ടേ? അവർക്കല്ലേ ഉത്തരവാദിത്തം? കൃഷ്ണമ്മ ചോദിച്ചു. അവരെയും വിളിച്ച് സംസാരിക്കാൻ പോകുക. എൻ്റെ കാര്യം ഞാൻ ഓപ്പണായിട്ട് പറയാം. ഞാനും അനിലും പിണങ്ങിപ്പിരിഞ്ഞത് ഒത്തുപോകാൻ വയ്യാഞ്ഞിട്ടാ, നയോമി പറഞ്ഞു. നല്ല ആരോഗ്യത്തിലും സൗഖ്യത്തിലും ഇരുന്നപ്പോൾ എന്നെ വേണ്ടായിരുന്നു. അന്ന് വീട്ടുകാരും കൂട്ടുകാരും മാത്രം മതി. ഇപ്പോൾ വീഴ്ച പറ്റി ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി ചികിത്സിക്കേണ്ട ഒരവസ്ഥയിൽ കിടക്കുമ്പോൾ ഞാനെന്തിനാ ഇത് ഏറ്റെടുക്കുന്നത്? എനിക്കതുകൊണ്ട് എന്ത് മെച്ചം? ഞാൻ പണം മുടക്കി ചികിത്സിക്കണമെന്ന് പറയുന്നതിൽ എന്താ ന്യായം? പെട്ടെന്നൊരു ഉത്തരം കിട്ടാതെ ധീരജും ജയകൃഷ്ണനും രമേശ് ജയറാമും സുധീഷ് ശങ്കറും മറ്റ് സ്നേഹിതന്മാരും പരസ്പരം നോക്കി. ഒടുവിൽ നീരജ് തന്നെ സംസാരിച്ചു.
നയോമി, ഒരു ജീവൻ ഓപ്പറേഷൻ ടേബിളിൽ കരുണകാത്ത് കിടക്കുന്നു. ലാഭവും നഷ്ടവും നോക്കേണ്ട സമയമാണോ ഇത്? ന്യായവും അന്യായവും ഇപ്പോഴാണോ പറയേണ്ടത്? നിങ്ങളുടെ കുഞ്ഞിൻ്റെ അച്ഛനല്ലേ? നിങ്ങൾ സ്നേഹിച്ച പുരുഷനല്ലേ? നിങ്ങളെ ഈ രംഗത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നതും ഒരു കരിയർ ഉണ്ടാക്കി തന്നതും അയാളല്ലേ? പിണക്കമൊക്കെ പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകും. മരണക്കിടക്കയിൽ വെച്ചാണോ അതിന് കണക്ക് പറയുന്നത്? നിങ്ങൾക്കങ്ങനെ പറയാം. ഞാൻ ലക്ഷങ്ങൾ മുടക്കി ചികിത്സിച്ചിട്ട് അനിലങ്ങ് രക്ഷപ്പെട്ടു പോയെന്നിരിക്കും. ഞാൻ ചെലവാക്കുന്ന പണം ആര് തിരിച്ചു തരും? അനിൽ ജീവനോടുണ്ടെങ്കിൽ ഞങ്ങൾ അവനെ കൊണ്ട് തിരിച്ചു തരിയിക്കും, ഉറപ്പ്. കടമയും കടപ്പാടും മറക്കുന്നവനല്ല അനിൽ. അനിൽ തന്നില്ലെങ്കിൽ നിങ്ങൾ തരുമോ? കൂട്ടുകാർ പരസ്പരം നോക്കി. ഞങ്ങൾ തരും, ഉറപ്പായിട്ടും തരും. ആര് തരും? എന്താ ഗ്യാരണ്ടി? ആരുടെ വീടാ എനിക്ക് പണയം തരുന്നേ? ഇതൊക്കെ ഒരു വിശ്വാസമല്ലേ നയോമി? ഗ്യാരണ്ടി പേപ്പറിലും പണയ വസ്തുവിലും ജീവിതം കെട്ടിയിട്ടാണോ മനുഷ്യർ തമ്മിൽ ഒത്തുപോകുന്നേ? സ്നേഹത്തിലും വിശ്വാസത്തിലുമല്ലേ? എനിക്കാരെയും വിശ്വാസമില്ല. എനിക്ക് ഗ്യാരണ്ടി പേപ്പറും പണയ വസ്തുവും വേണം. മാത്രമല്ല വേറൊരു സംഗതിയും കൂടിയുണ്ട് നിങ്ങൾ കാണാത്തത്. കുറേ ചികിത്സിച്ചു കഴിഞ്ഞിട്ട് അനിൽ മരിച്ചു പോയെന്നിരിക്കട്ടെ, ആര് തരും പണം? അല്ലെങ്കിൽ എണീക്കാനോ നടക്കാനോ വയ്യാതെ ജീവശവം പോലെ ഇനിയുള്ള കാലം അനിൽ കിടന്നുപോയെന്നിരിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും തരുമോ പണം? ആർക്കും ഉത്തരമില്ല. സൗദാമിനിയെ കൂട്ടിക്കൊണ്ട് ജഗജിത്ത് പാർക്കിംഗ് സ്ഥലത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ആ സ്ത്രീയുടെ കണ്ണുകൾ എല്ലായ്പ്പോഴും കരഞ്ഞു കലങ്ങിയിരുന്നു. അമ്മയെ വിളിപ്പിച്ചത് അനിലിൻ്റെ ചികിത്സാക്കാര്യം പറയാനാ. പൈസ ഒരുപാട് ചിലവാകും. ഞങ്ങളെക്കൊണ്ട് കഴിയുന്നത് ചെയ്തു. ഇപ്പോൾ നയോമിയോട് ചോദിച്ചു. നയോമി പണം ചിലവാക്കിയ ആര് തിരിച്ചു കൊടുക്കും എന്ന് ചോദിക്കുന്നു. എൻ്റെ മകൻ്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ അവൻ തിരിച്ചു തന്നിരിക്കും. ഈശ്വരനാണേ. സൗദാമിനി അമ്മ ആണയിട്ടു. നിങ്ങളുടെ മകൻ്റെ കൊക്കിലെ ജീവൻ ഇടയ്ക്ക് നഷ്ടപ്പെട്ടു പോയാലോ? കൃഷ്ണമ്മ ചോദിച്ചു. അല്ലെങ്കിൽ അവൻ കോമയായി വെട്ടിയിട്ട വാഴപ്പിണ്ടി പോലെ കിടന്നു പോയാലോ? ഇങ്ങനെയൊന്നും പറയില്ലേ ചേച്ചി, സൗദാമിനി അമ്മ ഏങ്ങലടിച്ചു. വീട് പണയപ്പെടുത്തിക്കൊണ്ട് അനിലിൻ്റെ ചികിത്സ നടത്താൻ പറ്റുമോ? അമ്മയുടെ അഭിപ്രായം എന്താ? ജയകൃഷ്ണൻ വിഷയം മാറ്റി. അതിപ്പോൾ തന്നെ കോഓപ്പറേറ്റീവ് ബാങ്കിൽ ഈട് വച്ചിരിക്കുക, പിള്ളേരെ പഠിപ്പിക്കാൻ. എടുക്കാവുന്നത്രയും അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്, സൗദാമിനി അമ്മ പറഞ്ഞു. എത്രയെടുത്തു? 9.5 ലക്ഷം. അത്രേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി അത് നോക്കിയിട്ട് കാര്യമില്ല. നീരജ് കുമാർ ആശ കൈവിട്ടു. ആ 9.5 ലക്ഷം രൂപ ഞാൻ റീഫണ്ട് ചെയ്തേക്കാം. വീട് എൻ്റെ പേർക്ക് രജിസ്റ്റർ ചെയ്ത് തന്നാൽ മതി, നയോമി ഒട്ടും മടിക്കാതെ പറഞ്ഞു. സൗദാമിനി അമ്മയ്ക്ക് ഒരു ഉൾക്കിടലമുണ്ടായി. ഒരേ സമയം പല ചിന്തകൾ ചുഴലിക്കാറ്റ് പോലെ അവരുടെ മനസ്സിൽ പൊടിപടലങ്ങൾ ഉയർത്തി പാഞ്ഞുപോയി. ആകെയുള്ള അഭയകേന്ദ്രമാണ് ആ വീട്. അനിലിനെ ചേർത്ത് 7 അംഗങ്ങളുടെ വാസസ്ഥലം. വീട് നഷ്ടപ്പെട്ടാൽ പിച്ചക്കാരുറങ്ങുന്ന പോലെ ഫുട്പാത്തിലോ മരച്ചുവടിലോ ഓവർ ബ്രിഡ്ജിന് കീഴിലോ അന്തി ഉറങ്ങേണ്ടി വരും താൻ. 2 പെൺമക്കൾ, 2 ആൺമക്കൾ, കൊച്ചുകുട്ടി. അച്ഛൻ നിർബന്ധിക്കുന്നില്ല. ഞാനൊരു മാർഗം പറഞ്ഞെന്നേ ഉള്ളൂ. 9.5 ലക്ഷം രൂപ അടച്ചാൽ ബാങ്കിലെ കടം തീരുമെന്നല്ലേ ഉള്ളൂ. അനിലിനെ ചികിത്സിക്കാൻ വേറെ പണം വേണ്ടേ? ഞാനൊരു വീട് വാങ്ങാൻ വേണ്ടി കുറേ പൈസ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോട്ടറി അടിച്ചതോ ആരെങ്കിലും സംഭാവന തന്നതോ അല്ല. ജോലി ചെയ്തുണ്ടാക്കിയ പൈസയാ അത്. വെറുതെ കളയാൻ പറ്റില്ല. എല്ലാം കൂടി ഒരു 17-18 ലക്ഷം രൂപ വരും, നയോമി പറഞ്ഞു. അത്രയും രൂപ കയ്യിലുണ്ടായിട്ടാണോ എൻ്റെ മോൻ്റെ ചികിത്സാക്കാര്യം നോക്കാതെ നീ മാറി നിൽക്കുന്നേ? അവൻ്റെ ഭാര്യയല്ലേടി നീ? അവൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചവളല്ലേ നീ? എന്നിട്ടാണോ നീ പൈസയും കയ്യിൽ പിടിച്ച് അവൻ്റെ ജീവന് പകരം വീട് വേണമെന്ന് വിലപേശുന്നേ? അത്ര ദുഷ്ടയാണോടി നീ? സങ്കടത്തോടൊപ്പം അവരുടെ സ്വരത്തിൽ ദേഷ്യവും കുതിർന്നു കിടന്നു. ഞാൻ ദുഷ്ടയാ, സമ്മതിച്ചു. എനിക്ക് നിങ്ങളുടെ വീട് വേണ്ട, എന്നെ തള്ളിക്കളഞ്ഞ നിങ്ങളുടെ മകനെയും വേണ്ട. നിങ്ങൾ തീരുമാനിച്ചാൽ മതി. നിങ്ങൾക്ക് വീടാണോ വലുത്, സ്വന്തം മകൻ്റെ ജീവനാണോ വലുത് എന്ന്. സൗദാമിനി അമ്മ ഒരു നിമിഷം പകച്ചു നിന്നു. മറുപക്ഷത്തേക്ക് എറിഞ്ഞ ചക്രായുധം ഇരട്ടി ശക്തിയിൽ തിരിച്ചു വരുന്നു. അവർ നിസ്സഹായതയോടെ അനിലിൻ്റെ കൂട്ടുകാരുടെ മുഖത്തേക്ക് നോക്കി. ആരെങ്കിലും തൻ്റെ നിസ്സഹായതയെ പിന്തുണയ്ക്കാനുണ്ടോ? ആരുമില്ല. തൻ്റെ മറുപടിക്ക് വേണ്ടിയാണ് അവരും വീർപ്പടക്കി നിൽക്കുന്നതെന്ന് മനസ്സിലായി. ഞാൻ എന്തിനും തയ്യാറാ. വീടെഴുതി തന്നേക്കാം. എനിക്ക് എൻ്റെ മകൻ്റെ ജീവനേക്കാളും വലുതായിട്ട് ഒന്നുമില്ല. പെട്ടെന്ന് പ്രശ്നപരിഹാരം ഉണ്ടായ പോലെ ഒരാശ്വാസത്തിലായി എല്ലാവരും. നയോമി എത്ര ലക്ഷം രൂപ കൊടുക്കും? നീരജ് കുമാർ ചോദിച്ചു. ബാങ്ക് ലോൺ അടച്ചു കഴിഞ്ഞ് അനിലിനെ ചികിത്സിക്കാൻ എത്രയാണോ വേണ്ടത് അത്രയും, നയോമി പറഞ്ഞു. അനിലിനെ ചികിത്സിക്കാൻ 25 ലക്ഷം വേണ്ടി വന്നാലോ? ജയകൃഷ്ണൻ ചോദിച്ചു.
അത്രയും എൻ്റെ കയ്യിലില്ലല്ലോ. എൻ്റെ കയ്യിലുള്ള അത്രയും. അതാ ചോദിച്ചത് എത്രയാണെന്ന്. ലോണും പലിശയും കൂടി 10 ലക്ഷത്തിനടുത്താകുമല്ലോ. ബാക്കി എൻ്റെ കയ്യിൽ 6-7 ലക്ഷമേ ഉണ്ടാകൂ. കയ്യിലുള്ളതല്ലേ എടുക്കാൻ പറ്റൂ. അത്രയും പണം അനിലിൻ്റെ അമ്മയുടെ അക്കൗണ്ടിലിടണം. നയോമിക്ക് ആരെയും വിശ്വാസമില്ലാത്ത സ്ഥിതിക്ക് അനിലിൻ്റെ അമ്മ നയോമിയെ വിശ്വസിക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അങ്ങനെ അക്കൗണ്ടിലൊന്നും ഇടാൻ പറ്റില്ല. ആവശ്യത്തിനനുസരിച്ച് കൊടുക്കും, അതേ പറ്റൂ. നയോമി അറുത്തുമുറിച്ച് പറഞ്ഞു. ഇതിനിടയ്ക്ക് രമേശ് ജയറാം ഒരു സംശയം ഉന്നയിച്ചു. ആ വീട്ടിലിപ്പോൾ കുറേ ആളുകൾ താമസിക്കുന്നുണ്ട്. അനിലിൻ്റെ സഹോദരങ്ങളും അമ്മയും അപ്പൂപ്പനും. അവർക്ക് അവിടെ തുടർന്നും താമസിക്കണം. താമസിച്ചോട്ടെ, അതിനൊന്നും വിരോധമില്ല. പക്ഷെ വീട് എൻ്റേതാണെന്ന് ആ ഓർമ്മ എല്ലാവർക്കും ഉണ്ടാവണം. എൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ എന്നെ അനുസരിക്കേണ്ടി വരും. അമ്മ എന്തു പറയുന്നു? ഗിരീഷ് സൗദാമിനി അമ്മയെ നോക്കി. എനിക്കൊന്നും പറയാനില്ലേ. എൻ്റെ മോൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയാൽ മതി. വേറൊന്നും എനിക്ക് വേണ്ടായേ. സൗദാമിനി അമ്മ വിങ്ങിക്കരഞ്ഞു. അമ്മ വിഷമിക്കേണ്ട. തൽക്കാലം നമുക്ക് അനിലിനെ മാത്രം നോക്കിയാൽ മതി. അവനെ തിരിച്ചു കിട്ടണം. ഇത്ര പെട്ടെന്ന് സൗദാമിനി അമ്മ കീഴടങ്ങുമെന്ന് നയോമി വിചാരിച്ചിരുന്നില്ല. ചികിത്സയ്ക്ക് അപ്പോൾ തന്നെ കുറച്ച് പണം വേണമായിരുന്നു. നയോമി ഒട്ടും മടിക്കാതെ കാറിൽ കയറി ഏറ്റവും അടുത്ത ATM കൗണ്ടറിൽ പോയി 30,000 രൂപ എടുത്തുകൊണ്ടുവന്ന് സൗദാമിനി അമ്മയെ ഏൽപ്പിച്ചു. ഇതൊരു അഡ്വാൻസ് ആയിട്ട് കരുതിയാൽ മതി. നാളെ ബാങ്കിലെ കടം തീർക്കാം. അടുത്തയാഴ്ച വീട് രജിസ്റ്റർ ആക്കണം. ബുദ്ധിമാന്യം പിടികപ്പെട്ടവളെ പോലെ സൗദാമിനി അമ്മ ആ പണം കയ്യിൽ പിടിച്ച് പകച്ചു നിന്നു. വീട് വിറ്റ പണമല്ല ഇത്. സമാധാനവും സന്തോഷവും എന്നേക്കുമായി പണയം വെച്ച് കിട്ടിയ പണമാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം അതായിരുന്നു. നന്ദിയും സ്നേഹവും അനുകമ്പയും പരസ്പരം പങ്കിടുന്ന കുടുംബാംഗങ്ങൾ. ഇനി വീടിന് പുതിയ അവകാശികൾ വരുന്നതോടെ അതൊരു നരകമായി മാറുമെന്നതിൽ സൗദാമിനിയമ്മയ്ക്ക് സംശയം ഏതുമില്ല. 4 വർഷമേ നയോമി തങ്ങളുടെ വീട്ടിൽ താമസിച്ചിട്ടുള്ളൂ. മിന്നുമോളെ പ്രസവിക്കുന്നത് വരെ അവൾ പ്രത്യക്ഷ സമരമുറകളൊന്നുമില്ലാതെ പിറുപിറുക്കലുകളും തലയിണ മന്ത്രങ്ങളുമായി അടങ്ങി നിന്നു. മിന്നുമോൾ ഉണ്ടായിക്കഴിഞ്ഞ ശേഷം അനിൽ ബാബുവിനെ കുടുംബത്തിൽ നിന്ന് അടർത്തിക്കൊണ്ടുപോകാനായി ശ്രമം. അമ്മയെയും കൂടപ്പിറപ്പുകളെയും വിട്ട് വീട് മാറി താമസിക്കണം. അതിനായി നയോമി പയറ്റാത്ത അടവുകളും ഏഷണികളും ഇല്ല. പക്ഷേ താൻ തൻ്റെ മക്കളെ ബാല്യം മുതലേ പഠിപ്പിച്ചത് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ബാലപാഠങ്ങളായിരുന്നില്ല. അച്ഛനമ്മമാരെയും ഗുരുകാരണവന്മാരെയും ഉടപ്പിറന്നവരെയും ഇല്ലായ്മകളിൽ കിടന്ന് ഉഴലുന്നവരെയും സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക എന്നതായിരുന്നു. ഇനി വീട് നയോമിയുടെ കയ്യിലാണ്. 4 വർഷത്തെ നിരന്തര പരാജയങ്ങളുടെ പകപോക്കാനുണ്ടാവും അവൾക്ക്. ബലിമൃഗങ്ങളെ പോലെ നിന്നുകൊടുക്കുകയേ നിവൃത്തിയുള്ളൂ. തൻ്റെ മകന് വേണ്ടി കൃഷ്ണമ്മയുടെ ഉപദേശമനുസരിച്ചായിരുന്നു നയോമിയുടെ ഓരോ നീക്കവും. വീടിൻ്റെ പ്രമാണം രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപായുള്ള അഡ്വാൻസ് എഗ്രിമെൻ്റ് എഴുതി. അന്നേ ദിവസം തന്നെ അനിൽ ബാബുവിൻ്റെ തലയോട് തുറന്നുള്ള ഓപ്പറേഷൻ നടന്നു. തലച്ചോറിൽ തുളിച്ചു കിടന്ന രക്തം നീക്കം ചെയ്തു. പലതായി ഒടിഞ്ഞു നുറുങ്ങിയ തുടയെല്ലുകൾ കൂട്ടിയോജിപ്പിക്കാനും മജ്ജ രക്തത്തിൽ കലരുന്നത് തടയാനുമുള്ള ശസ്ത്രക്രിയകളും നടത്തി. നട്ടലിൻ്റെ ഒരു കശേരി പൊട്ടിയതിൻ്റെ ഓപ്പറേഷൻ അതിസങ്കീർണമായതിനാൽ അത് പിന്നത്തേക്ക് മാറ്റിവെച്ചു. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം ചോർന്നു പോയിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ ബാങ്കിൽ ഈടുവച്ചിരുന്ന പ്രമാണങ്ങൾ തിരിച്ചെടുത്ത് രജിസ്ട്രേഷൻ നടത്താനുള്ള ഒരുക്കങ്ങൾ നയോമി പൂർത്തിയാക്കി. അനിൽ ബാബു അപകടനില തരണം ചെയ്തതായി ഡോക്ടർമാർ അറിയിച്ചതിൻ്റെ പിറ്റേന്ന് തന്നെ സൗദാമിനി അമ്മയെ സബ് രജിസ്ട്രാർ ഓഫീസിൽ കൂട്ടിക്കൊണ്ടുപോയി. അനിൽ ബാബുവിൻ്റെ സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിൽ തന്നെ രജിസ്ട്രേഷൻ നടത്തി. തൊട്ടടുത്ത ദിവസം ഉച്ചതിരിഞ്ഞ നേരത്ത് നയോമിയുടെ കാറും അതിൻ്റെ പിന്നാലെ ഒരു മിനി ലോറിയും കാക്കനാട് പള്ളിക്കര റോഡിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് വീതി കുറഞ്ഞ ടാർ റോഡിലൂടെ വന്ന് ഇളം നീലച്ചായമടിച്ച ഗേറ്റ് കടന്ന് മുറ്റത്തെത്തി നിന്നു. നയോമിയും ഉദയഭാനുവും കൃഷ്ണമ്മയുമായിരുന്നു കാറിൽ. അവരുടെ വീട്ടുപകരണങ്ങൾ മിനി ലോറിയിലും. നമ്മുടെ സ്വന്തം വീടാ മുത്തശ്ശി, ധൈര്യമായിട്ട് കയറി വാ. ഇനിയാരും നമുക്കെതിരെ ഇവിടെ ഒരു അക്ഷരം പോലും ശബ്ദിക്കില്ല. സൗദാമിനി അമ്മ ഹോസ്പിറ്റലിലായിരുന്നു. ജഗജിത്തും മാളവികയും സുജിതയും അനിൽ ബാബുവിൻ്റെ മുത്തച്ഛൻ രാമചന്ദ്രൻ നായരും പിന്നെ മിന്നുമോളും വീട്ടിലുണ്ടായിരുന്നു. വീട്ടിലുള്ളവരോട് കൃഷ്ണമ്മയോ ഉദയഭാനുവോ സംസാരിച്ചതേയില്ല. മിനി ലോറിയിൽ നിന്ന് സാധനങ്ങൾ ഇറക്കി എവിടെയൊക്കെ വെക്കണമെന്ന് അൺലോഡിംഗ് തൊഴിലാളികൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് നയോമി അങ്ങിങ്ങ് നടക്കുന്നുണ്ടായിരുന്നു. കവർച്ചക്കാരോ കൊള്ളക്കാരോ വന്ന് വീട് കയ്യേറുന്നത് നോക്കി നിൽക്കുന്നവരെ പോലെ വീട്ടിലുള്ളവർ വെറുതെ നിന്നു. നയോമിയും കൃഷ്ണമ്മയും കൂടി വളരെ വേഗം മുറികൾ വീതം വെച്ചു. 3 പേരും ഓരോ മുറി വീതം കൈവശപ്പെടുത്തിയ ശേഷം ആകെ ഒരൊറ്റ മുറിയും
പിന്നാമ്പുറത്തെ പലകയടിച്ചു മറിച്ച നീണ്ട ഹാൾ പോലെ തോന്നിപ്പിക്കുന്ന ചായ്പ് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. നയോമി ജഗജിത്തിനെയും മാളവികയെയും സുജിതയെയും വിളിച്ച് വേഗം അവരവരുടെ സാധനങ്ങൾ അതാത് മുറികളിൽ നിന്ന് മാറ്റാൻ ഉത്തരവിട്ടു. അവർക്ക് അനുസരിക്കുകയേ നിർവാഹമുണ്ടായിരുന്നുള്ളൂ. വീട് എന്റെയാണ്, ഞാൻ പറയുന്നതനുസരിച്ചാൽ ഈ വീട്ടിൽ കഴിയാം. എതിർപ്പുള്ളവർ ഉണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളണം, നയോമി ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ജഗജിത്തും മാളവികയും കട്ടിലുകൾ വലിച്ചു നിരക്കിക്കൊണ്ട് അതെവിടെ വെക്കണമെന്നറിയാതെ ആശയക്കുഴപ്പത്തിൽ പെട്ടുഴറി. എവിടെ സ്ഥാപിച്ചാലും നയോമിയുടൻ ഇടപെട്ടു. അവിടെ പറ്റില്ല, അത് ഡൈനിങ് റൂമാ, കൊണ്ടുപോ. ടിവിയും ഇരിപ്പിടങ്ങളും സജ്ജീകരിച്ചിരുന്ന ചെറിയ ഹാളിലേക്ക് കട്ടിൽ നിരക്കിക്കൊണ്ട് ചെന്നപ്പോഴും നയോമിയുടെ വിലക്ക് വന്നു. അവിടെ ഇടരുത്, അത് ലിവിംഗ് റൂമാ, വേറെ എവിടെയെങ്കിലും കൊണ്ടുപോ. ഒടുവിൽ സൗദാമിനിയമ്മ കിടക്കുന്ന മുറിയിലേക്ക് 3 കട്ടിലുകൾ കൊണ്ടുവന്നിട്ടു. അതോടെ ആ മുറി നിറഞ്ഞു. വാർദ്ധക്യത്തിൻ്റെതായ രോഗപരാധീനതകൾ അലട്ടുന്ന രാമചന്ദ്രൻ നായർ എങ്ങോട്ടും പോകാനിടമില്ലാത്ത അഭയാർത്ഥിയെപ്പോലെ ചായ്പിൻ്റെ മൂലയ്ക്ക് ഒരു കസേരയിൽ താടിക്ക് കൈയൂന്നി നിസ്സഹായനായിരുന്നു. ആ ചായ്പിലേക്ക് ജഗജിത്തും മാളവികയും 2 കട്ടിലുകൾ കൂടി കൊണ്ടുവന്നിട്ടതോടെ അവിടെയും നിന്ന് തിരിയാൻ ഇടമില്ലാതായി. മേശയും കസേരകളും ടീപ്പോയും ഉൾപ്പെടെ ഫർണിച്ചറെല്ലാം ചായ്പിലാണ് കൊണ്ടുവന്ന് കൂട്ടിയത്. ഇത് ഭയങ്കര അതിക്രമമല്ലേ? നിങ്ങളാരും എന്താ ചോദിക്കാത്തെ? രാമചന്ദ്രൻ നായർ അമർഷത്തോടെ പിറുപിറുത്തു. വീട് അവർക്ക് എഴുതി കൊടുത്തില്ലേ മുത്തച്ഛ? ഇനി നമുക്ക് പറയാൻ എന്താ അവകാശം? മാളവിക സങ്കടപ്പെട്ടു. എന്നാലും ഇങ്ങനെ ആരെങ്കിലും ചെയ്യൂ? ശത്രുക്കൾ പോലും ചെയ്യൂ? ദേഷ്യം കൊണ്ട് സുജിത ശക്തമായി പ്രതിഷേധിച്ചു. സുജിത തൻ്റെ തയ്യൽ മെഷീൻ എവിടെ സ്ഥാപിക്കണമെന്നറിയാതെ വാതിൽ കട്ടിളയിൽ ചാരി നിന്നു. ഊമയായതുകൊണ്ട് അവൾക്ക് പ്രതിഷേധ വാക്കുകളില്ല. നയോമി സ്നേഹം ഭാവിച്ച് മിന്നുമോളെ പലയാവർത്തി വിളിച്ചെങ്കിലും അവൾ അടുത്തേക്ക് ചെന്നില്ല. മോളെ, നിന്റെ അമ്മയെ വിളിക്കുന്നേ, ചെല്ല്. അമ്മ ഇനി ഇവിടെയാ താമസിക്കുന്നേ, മോളുടെ കൂടെ തന്നെ, കൃഷ്ണമ്മ പറഞ്ഞു കൊടുത്തു. മിന്നുമോൾ മുഖം ചിരിച്ച് അനിഷ്ടത്തോടെ അവരെ ഒന്ന് നോക്കിയ ശേഷം തല താഴ്ത്തി പിടിച്ച് ജഗജിത്തിനോട് ഒന്നുകൂടി ചേർന്ന് നിന്നു. മോളിങ്ങ് വാ, എൻ്റെ ചക്കരക്കുട്ടിയല്ലേ? നയോമി അവളുടെ നേർക്ക് 2 കൈ നീട്ടി. മോൾക്ക് എന്തൊക്കെയാ വേണ്ടതെന്ന് പറ, അമ്മ വാങ്ങിത്തരാമല്ലോ. പുതിയ ഡ്രസ്സ്, ചെരുപ്പ്, മാല, വള, കമ്മൽ, കൈ നിറയെ ചോക്ലേറ്റ്, ഐസ്ക്രീം, എന്തൊക്കെയാ എൻ്റെ മോൾക്ക് വേണ്ടത്? എല്ലാം അമ്മ വാങ്ങിത്തരും. കാറിൽ കയറ്റി ബീച്ചിലും പാർക്കിലും സിനിമയ്ക്കും കൊണ്ടുപോകും. ഹോട്ടലിൽ കൊണ്ടുപോയി ബിരിയാണി വാങ്ങിത്തരും. ഇങ്ങോട്ട് വാ. മിന്നുമോളാണെങ്കിൽ മുഖമുയർത്തി കേട്ടില്ലേ തമാശ എന്ന മട്ടിൽ ജഗത്തിനെ ഒന്ന് നോക്കിയിട്ട് വീണ്ടും മുഖം താഴ്ത്തി നിന്നു. അവൻ്റെ വിരലിൽ മുറുകെ പിടിക്കുകയും ചെയ്തു. കൊച്ചിനോട് ഏഷ്ണി പറഞ്ഞു കൊടുത്ത് അതിൻ്റെ അമ്മയെ ശത്രുവാക്കി വെച്ചിരിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും കുഞ്ഞുങ്ങൾ അമ്മ വിളിച്ചാൽ അടുത്ത് വരാണ്ടിരിക്കുമോ? അതിൻ്റെ കയ്യെന്ന് വിടറാ കഴുതേ, കൃഷ്ണമ്മ ജഗജിത്തിനോട് ആക്രോശിച്ചു. ജഗജിത്ത് മോളുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. വിരലിൽ നിന്ന് അവൻ കൈ വിടുവിക്കാൻ ശ്രമിച്ചപ്പോൾ മിന്നുമോൾ ഒന്നും കൂടി വിരലിലെ പിടുത്തം മുറുക്കി. നീ ചെന്ന് എടുത്തോണ്ട് വാ മോളെ, ആരോടെങ്കിലും അനുവാദം ചോദിക്കണോ? കൃഷ്ണമ്മ നയോമിയെ ഇടിയേറ്റി. നയോമി ചെന്ന് മിന്നുമോളെ വാരിയെടുത്തു. അവൾ ചിണുങ്ങുകയും കുതറാൻ ശ്രമിക്കുകയും ചെയ്തു. കുട്ടിയെയും കൊണ്ട് നയോമി മുറിയിലേക്ക് പോയി. അവളെ മടിയിൽ വെച്ച് ലാളിക്കാനും പ്രീണിപ്പിക്കാനും ശ്രമിച്ചു. അമ്മയുടെ പുന്നാര മോളല്ലേ, അമ്മയുടെ കൂടെ നിന്ന അമ്മ എല്ലാം വാങ്ങിത്തരാലോ. നയോമിയുടെ മടിയിൽ നിന്ന് കുട്ടി ഊർന്നിറങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇനി നീ മോളെ അവരുടെ കൂടെ വിടണ്ട, അവരാ ഇത്രയും വഷളാക്കിയത്, കൃഷ്ണമ്മ ഉപദേശിച്ചു. ജഗജിത്ത് വൈകുന്നേരം ഹോസ്പിറ്റലിലേക്ക് പോയി. രാത്രിയിൽ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ട ഊഴം അവൻ്റേതാണ്. നയോമിയുടെ കയ്യേറ്റത്തെപ്പറ്റി മകൻ പറഞ്ഞെങ്കിലും അതിൻ്റെ ഭീകരത സൗദാമിനി അമ്മയ്ക്ക് വേണ്ട പോലെ ബോധ്യപ്പെട്ടിരുന്നില്ല. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് വീട്ടിലേക്ക് കയറിയപ്പോൾ അവർ അന്തം വിട്ട് നിന്നുപോയി. മാളവികയും സുജിതയും അച്ഛനും വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെ പോലെ ചായ്പിൽ അരക്ഷിതരായിരിക്കുന്നു. സൗദാമിനി അമ്മയ്ക്ക് കോപവും സങ്കടവും അടക്കാൻ കഴിഞ്ഞില്ല. നയോമി ഇരിക്കുന്ന മുറിയിലേക്ക് ചെന്ന് അവർ ചോദിച്ചു, ഇതെന്താ നയോമി ഈ ചെയ്തു വെച്ചിരിക്കുന്നേ? ഇതിനേക്കാൾ ഭേദം വീട്ടിൽ നിന്ന് ഞങ്ങളെ അടിച്ചിറക്കുന്നതായിരുന്നല്ലോ. ഞങ്ങളൊക്കെ മനുഷ്യരല്ലേ, ഇത്രയ്ക്ക് മനുഷ്യപ്പറ്റില്ലാതെ പോയോ നിനക്ക്? നിങ്ങൾ കൂടുതൽ വർത്തമാനം പറയണ്ട. ഇപ്പോൾ ഇതെൻ്റെ വീടാ. അതെ, ഞങ്ങളുടെ ഗതികേട് കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയി എന്ന് വെച്ചൊരു സാമാന്യ മര്യാദയൊക്കെ വേണ്ടേ നയോമി? എനിക്കിത്ര മര്യാദയേ ഉള്ളൂ. ഈ മര്യാദ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നവർ മാത്രം മതി ഇവിടെ. വയ്യാണ്ടിരിക്കുന്ന അച്ഛൻ്റെ മുറി കൂടി പിടിച്ചു പറിച്ചെടുക്കണമായിരുന്നോ? എൻ്റെ വീട്ടിലെ ഏത് മുറികളൊക്കെ ഞാൻ എടുക്കണമെന്ന് നിങ്ങളല്ല, ഞാനാ തീരുമാനിക്കുന്നേ, നയോമി കടുത്ത സ്വരത്തിൽ അറിയിച്ചു.
നിങ്ങൾക്ക് നിങ്ങളുടെ മോൻ്റെ ജീവനല്ലായിരുന്നോ വലുത്? അത് തിരിച്ചു കിട്ടിയില്ലേ? ഇനി അതിൻ്റെ നന്ദി കാണിക്കുക വേണ്ടത്. നീ ചോദിച്ച പോലെ വീട് നിന്റെ പേരിലേക്ക് തന്നില്ലേ? അതും 4-1 വിലയ്ക്ക്. ഇനി എന്തിനാ നന്ദി? ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഞാൻ സ്വർണം കൊണ്ട് സദ്യയൊട്ടിയാലും നിങ്ങൾക്ക് നന്ദി ഉണ്ടാവില്ല. 4 വർഷം ഇവിടെ കിടന്ന് അനുഭവിച്ചവളല്ലേ ഞാൻ. ഇനി നിങ്ങൾ കുറേ അനുഭവിക്ക്. ഇങ്ങനെയൊരു അവസരം കിട്ടണേന്ന് ഞാൻ വഴിപാട് നേർന്ന് പ്രാർത്ഥിച്ചതിന് കണക്കില്ല. ദൈവം ഉണ്ടെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. അല്ലെങ്കിൽ നിങ്ങളെ ഇങ്ങനെ എൻ്റെ കാൽച്ചുവട്ടിലേക്ക് ഇട്ട് തരില്ല. നീ ഇവിടെ എന്തനുഭവിച്ചെന്നാ പറയുന്നേ? നിന്നെ ആരെങ്കിലും ദ്രോഹിച്ചോ? പട്ടിണിക്കിട്ടോ? നിന്നെ വഴക്ക് പറഞ്ഞോ? നിനക്കെതിരെ പോരെടുത്തോ? നീ അർഹിക്കുന്നതിനേക്കാളും കൂടുതൽ നിന്നെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെയുള്ളവരെല്ലാം. എൻ്റെ ഭർത്താവിനെ നിങ്ങൾ പിടിച്ചു വെച്ചു, എൻ്റെ മോളെ പിടിച്ചു വെച്ചു. എനിക്ക് വിട്ടുതരാതിരിക്കാൻ നിങ്ങൾ അറിയാവുന്ന സൂത്രവിദ്യകളെല്ലാം എടുത്ത് പ്രയോഗിച്ചു. ഞങ്ങളെ തമ്മിൽ അകറ്റണമെന്നായിരുന്നു നിങ്ങളുടെ ആഗ്രഹം. അത് സാധിച്ചു. ഇതൊക്കെ നിന്റെ തെറ്റിദ്ധാരണകളാ. ഞങ്ങളാരും നിനക്കെതിരെ ഒരക്ഷരം പോലും അനിലിനോട് സംസാരിച്ചിട്ടില്ല. പിന്നെ പഞ്ചപാവങ്ങൾ, എനിക്കറിയാമെല്ലാം. ഞാനില്ലാത്തപ്പോഴൊക്കെ നിങ്ങൾ അനിലിനോട് എൻ്റെ കുറ്റങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചു. അന്നൊക്കെ അനിലിൻ്റെ മുഖത്തോട്ട് നോക്കുമ്പം എനിക്കറിയാം നിങ്ങൾ എനിക്കെതിരെ പാര പണിത് വെച്ചിട്ടുണ്ടെന്ന്. 4 വർഷം ഞാനിവിടെ അനുഭവിച്ചതല്ലേ? നിനക്ക് വിശ്വാസമെങ്കിൽ വിശ്വസിച്ചാൽ മതി. നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. നിങ്ങൾ തമ്മിൽ പിണങ്ങി പിരിഞ്ഞ ശേഷം ഞാനൊരു 100 തവണയെങ്കിലും എൻ്റെ മോനോട് പറഞ്ഞിട്ടുണ്ട്, നീ പോയി നയോമിയെ വിളിച്ചോണ്ട് വാ മോനി എന്ന്. അവൻ വിളിച്ചോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അതാണ് സത്യം. സൗദാമിനി അമ്മയുടെ കണ്ഠമിടറി. എനിക്ക് നിങ്ങളെ അറിയാം. ഈ വീട്ടിലുള്ള സകലരെയും അറിയാം. ഇനി പ്രത്യേകിച്ച് വിശദീകരണമൊന്നും വേണ്ട, നയോമി കടുപ്പിച്ചു പറഞ്ഞു. സൗദാമിനി അമ്മ നിസ്സഹായതയോടെ പിന്മാറി. ഒരു കാര്യം കൂടി ഓർത്തോ, നയോമി മുന്നറിയിപ്പെന്നവണ്ണം പറഞ്ഞു. ഈ വീട് മാത്രമല്ല, വീട്ടിലെ സകല ചെലവും എൻ്റേതാ. മൃഷ്ടാന്നം ഉരുട്ടി വിഴുങ്ങണമെങ്കിൽ ഞാൻ പറയുന്നത് കേട്ട് മിണ്ടാതെ വായടച്ചു വെച്ച് ജീവിക്കേണ്ടി വരും. സൗദാമിനി അമ്മ ചായ്പ മുറിയിലെത്തി. അവിടെ കൂടിയ അഭയാർത്ഥികളിൽ ഒരാളായി. ഇതിനേക്കാൾ ഭേദം എല്ലാവരും കൂടി ഒന്നിച്ച് മരിക്കുന്നതായിരുന്നു, മാളവിക ആശയേറ്റു പറഞ്ഞു. സൗദാമിനി അമ്മ ചായ്പിലേക്ക് തിരിച്ചു ചെന്നപ്പോൾ പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ എന്നെല്ലാവരും അവരിലേക്ക് കണ്ണു നട്ടു. സൗദാമിനി അമ്മ നനഞ്ഞ കണ്ണുകൾ ഒപ്പി. എന്നിട്ട് ഒരു കട്ടിലിലിരുന്നു നെടുതായി നിശ്വസിച്ചു. എല്ലാവരെയും നോക്കി. നമുക്ക് ഈ ചായ്പ മതി. അവനു വേണ്ടിയല്ലേ? അവൻ്റെ ജീവനേക്കാളും വലുതാണോ വീട്ടിലെ സൗകര്യങ്ങൾ? അല്ലല്ലോ. ഇത്ര പോലും സൗകര്യമില്ലാത്ത വീട്ടിലും നമ്മൾ ജീവിച്ചിട്ടില്ലേ? ആരും എതിർത്ത് പറയാനുണ്ടായില്ല. ഒരു മുറിയുണ്ട്, ചായ്പുമുണ്ട്, മതി. അവൻ ആശുപത്രിയിലല്ലേ? അച്ഛൻ എൻ്റെ മുറി കിടന്നു, ജഗനും അവിടെ കിടക്കാം. പിന്നെ നമ്മൾ 3 പെണ്ണുങ്ങളല്ലേ ഉള്ളൂ. നമുക്ക് ഈ ചായ്പ മതി. അനിയേട്ടൻ വരുമ്പോഴോ അമ്മേ? മാളവിക ആശങ്കപ്പെട്ടു. അപ്പോൾ അച്ഛനും കൂടി ചായ്പിലോട്ട് വരട്ടെ. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൗകര്യം ഉണ്ടാക്കാം. അതപ്പോൾ നോക്കിയാൽ മതിയല്ലോ. അവൻ വരുമ്പോൾ നയോമിയുടെ മുറി കിടത്തുകയല്ലേ വേണ്ടത്? ഭാര്യയും ഭർത്താവും ഒന്നിച്ചൊരു മുറിയിലല്ലേ കിടക്കേണ്ടത്? രാമചന്ദ്രൻ നായർ ചോദിച്ചു. അവൾ അവനെ അവളുടെ മുറിയിൽ കയറ്റുമോ? നല്ല ആരോഗ്യത്തിലായിരുന്നപ്പോൾ വേണ്ടായിരുന്നു. പിന്നിപ്പോൾ എണീക്കാൻ വയ്യാണ്ട് കിടക്കണ അവസ്ഥയിൽ എന്തായിരിക്കും അവളുടെ മനസ്ഥിതി? സൗദാമിനി അമ്മയ്ക്ക് അങ്ങനത്തെ പ്രതീക്ഷയൊന്നുമില്ല. നീ എന്ത് പറഞ്ഞാലും ശരി, ഇത് കുറച്ച് അന്യായമായി പോയി. രാമചന്ദ്രൻ നായർ പിറുപിറുത്തു. ആർക്ക് വേണ്ടിയാ അച്ഛാ? നമ്മൾ അതോർത്താൽ മതി. സൗദാമിനി അമ്മ ചായ്പുമുറി ആകമാനം ഒന്ന് വീക്ഷിച്ചു. അവരുടെ മേൽനോട്ടത്തിൽ ചില ക്രമീകരണങ്ങൾ നടത്തി. സൗദാമിനി അമ്മയ്ക്ക് പരിമിത സൗകര്യങ്ങൾക്കൊപ്പിച്ച് ജീവിതം ചിട്ടപ്പെടുത്താൻ അറിയാം. ഇല്ലായ്മകളിൽ നിന്ന് പഠിച്ച പാഠമാണിത്. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന 13 യൂണിറ്റിൻ്റെ പച്ചരി കൊണ്ട് 7 അംഗങ്ങളുള്ള കുടുംബത്തെ പരിപാലിച്ചവളാണ് സൗദാമിനി അമ്മ. അത് പഴയ കഥ. എങ്കിലും പുതിയ കാലത്ത് പൂർവ്വകാല ശീലങ്ങൾ ഉതകാറുണ്ട്. ഇപ്പോൾ നല്ല സൗകര്യമായല്ലോ. സൗദാമിനി അമ്മ തൃപ്തിയോടെ മറ്റുള്ളവരെ നോക്കി. മാളവിക അതൃപ്തി കലർത്തി മൂളി. ദുരിതാശ്വാസ ക്യാമ്പ് പോലെയുണ്ട്. പുറമേന്ന് ഒരാൾ വന്ന് കണ്ട ഇവരൊക്കെ എവിടുന്ന് വന്ന അഭയാർത്ഥികളാണെന്ന് തോന്നിപ്പോകും. നമുക്ക് ഉറക്കം വരുമ്പോൾ വല്ലയിടത്തും ഒന്ന് തല ചായ്ക്കണം. അത്രയല്ലേ വേണ്ടൂ? അത്രയും മതിയോ അമ്മേ? ഓരോരുത്തർക്ക് അവരുടേതായ പ്രൈവസി ഇല്ലേ? പഠിക്കാനുള്ളവർക്ക് പഠിക്കണ്ടേ? ചേച്ചിക്ക് തയ്ക്കണം. എവിടാ സൗകര്യം? ഇത്രയൊക്കെ മതി. കുറച്ച് കഴിയുമ്പോൾ ശീലമായിക്കോളും. സൗദാമിനി അമ്മ തീർത്ത് പറഞ്ഞു. രാത്രി നയോമിയുടെ മുറിയിൽ നിന്ന് മിന്നുമോൾ ഊർന്നു ചാടി ചായ്പിലെത്തി. വന്ന പാടെ മാളവികയുടെ മടിയിൽ കയറിയിരുന്നു. നിന്റെ അമ്മ ഉറങ്ങിയോടി ചക്കരെ? നീ എങ്ങനെ രക്ഷപ്പെട്ടു വന്നു? അമ്മ കുളിക്കിയ, ഞാൻ ഓടിപ്പോന്നു. മിന്നുമോൾ ആംഗ്യ വിക്ഷേപങ്ങളോടെ മൊഴിഞ്ഞു.
അമ്മ വന്ന് പിടിച്ചോണ്ട് പോവില്ലേ? ഞാൻ പോവില്ലല്ലോ. മിന്നുമോൾ മുഖം വീർപ്പിച്ച് നിഷേധ രൂപേണ തലയാട്ടി. അല്പം കഴിഞ്ഞപ്പോഴേക്ക് നയോമി പാഞ്ഞെത്തി. മോളെവിടെ? എങ്ങും പോയിട്ടില്ല, ഇവിടുണ്ട്, സൗദാമിനിയമ്മ പറഞ്ഞു. ആരാ വന്ന് മോളെ വിളിച്ചോണ്ട് വന്നത്? ഞങ്ങളാരും വിളിച്ചതല്ല നയോമി, അവൾ തനിയെ വന്നതാ. ഇനി മോൾ ഇങ്ങോട്ട് വന്ന അപ്പോൾ തന്നെ അവളെ എൻ്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവന്ന് തന്നേക്കണം. ഞങ്ങളാരും പിടിച്ചോണ്ട് പോരുന്നില്ല നയോമി. ഇങ്ങോട്ട് വിശദീകരണമൊന്നും വേണ്ട, പറഞ്ഞത് മനസ്സിലായല്ലോ, അതനുസരിച്ചാൽ മതി. കട്ടിലിലിരിക്കുന്ന മാളവികയുടെ ഉടലിന് മറഞ്ഞിരുന്നു കൊണ്ട് മിന്നുമോൾ നയോമിയെ ഒളിഞ്ഞു നോക്കി. നയോമി അവളെ കണ്ടു കഴിഞ്ഞു. അവൾ വേഗം ചെന്ന് കുട്ടിയെ പിടിച്ചെടുത്തു. ഇതല്ല നമ്മൾ കിടക്കുന്ന സ്ഥലം, അമ്മയുടെ റൂമിലേക്ക് പോകാം. വേണ്ട, വേണ്ടല്ലോ. മിന്നുമോൾ ചിണുങ്ങുകയും കുതറി ഊർന്നിറങ്ങാൻ ശ്രമിക്കുകയും ചെയ്തു. പറഞ്ഞതനുസരിക്കും മോളെ. എനിക്ക് വേണ്ട, ഞാൻ ഇവിടെയാ കിടക്കുന്നേ, മാളു ആൻറ്റിയുടെ കൂടെയാ. മിന്നുമോൾ പ്രതിഷേധിച്ചു. പക്ഷേ നയോമി അവളെ ബലമായി കൊണ്ടുപോവുക തന്നെ ചെയ്തു. അവളുടെ കരച്ചിൽ കേട്ട സൗദാമിനിയമ്മ പുറകെ ചെന്നു. എന്താ? നയോമി വാതിലിനപ്പുറം നിന്ന് കനത്ത നോട്ടം നോക്കി. എന്തിനാ നയോമി ആ കൊച്ചിനെ ഇങ്ങനെ കരയിക്കുന്നേ? എൻ്റെ മോളല്ലേ, കുറച്ച് കരഞ്ഞോട്ടെ. അതിനെ വിഷമിപ്പിച്ചു വേണോ നിന്റെ വാശി തീർക്കാൻ? എൻ്റെ മോൾ എൻ്റെ കൂടെ ജീവിച്ച് ശീലിച്ചാൽ മതി. നിന്റെ കൂടെ വന്നോളും. ആദ്യം സ്നേഹം കൊടുത്ത് അതിനെ അടുപ്പിക്കാൻ നോക്ക്. ഇങ്ങനെ അതിനെ കരയിച്ച അത് നിന്റെ അടുത്ത് നിൽക്കുമോ? എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. നീ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഇവളെ ഞങ്ങൾ തന്നെ വേണ്ടേ നോക്കാൻ? ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഞാൻ ഇവളെ കൊണ്ടുപോകും. ഇനി നിങ്ങൾക്ക് എൻ്റെ കുഞ്ഞിനെ വിട്ടു തരുന്ന പ്രശ്നമില്ല. അതിനെ കൂടെ കൊണ്ടു നടന്ന് കാണേണ്ടാത്ത ആൾക്കാരെയും കാണേണ്ടാത്ത കാഴ്ചകളും ഒക്കെ കാണിച്ച് അതിൻ്റെ ഭാവി കളയല്ലേ. ആരാ കാണേണ്ടാത്ത ആൾക്കാർ? എന്താ കാണേണ്ടാത്ത കാഴ്ചകൾ? നിനക്ക് എപ്പോഴും മടിയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ കുഞ്ഞിനെ? പലരും മാറി മാറി എടുക്കും, പല പല വർത്തമാനങ്ങൾ പറയും. അതൊരു ജോലി സ്ഥലമല്ലേ, കുടുംബമല്ലല്ലോ. ഒരു കുടുംബത്തിലെ അച്ചടക്കം പഠിച്ചു വളരേണ്ട പ്രായമല്ലേ അവൾക്ക്. KGയിൽ വിടണ്ടേ ഈ വർഷം മുതൽ? അതോ ആ കുഞ്ഞ് സിനിമയും സീരിയലും പഠിച്ചാൽ മതിയോ? അവൾ സിനിമ പഠിച്ചോട്ടെ, ഒരു കുഴപ്പവുമില്ല. അവൾ വലുതാകുമ്പോൾ സിനിമയിൽ അഭിനയിച്ചോട്ടെ, അതിലെന്താ തെറ്റ്? കുട്ടിപ്രായത്തിൽ ആക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ചെയ്യട്ടെ. അങ്ങനെയാ പല ഹീറോയിൻസും വന്നത്. ശ്രീദേവി ബേബി ആക്ട്രസ് ആയിരുന്നു. ബേബി ശാലിനിയോ? അവരൊക്കെ സിനിമാ ലോകം കീഴടക്കിയില്ലേ? മലയാളം മാത്രമല്ല, കോളിവുഡും ബോളിവുഡും എല്ലാം. അതാണ് നിന്റെ മനസ്സിലിരിപ്പെങ്കിൽ എനിക്കിനി ഒന്നും പറയാനില്ല. സൗദാമിനിയമ്മ പിൻവാങ്ങി. മുറിയിൽ മിന്നുമോളുടെ നിലവിളി തുടർന്നു. നയോമി വീട്ടിനുള്ളിൽ നിഷ്കരുണം നടപ്പാക്കിയ ഭരണപരിഷ്കാരങ്ങളെപ്പറ്റി ജഗജിത്തിൽ നിന്നാണ് ജയകൃഷ്ണനും നീരജ് കുമാറും സുധീഷ് ചങ്കറും മറ്റും അറിഞ്ഞത്. ജഗജിത്ത് ഹോസ്പിറ്റലിൽ അനിൽ ബാബുവിൻ്റെ മുറിയിൽ വെച്ച് എല്ലാം വിശദീകരിച്ചു. അനിൽ ബാബുവിനെ സന്ദർശിക്കാൻ എത്തിയതായിരുന്നു കൂട്ടുകാർ. ഞങ്ങൾ നയോമിയെ കാണാനെന്ന മട്ടിൽ വീട്ടിലേക്ക് വരാം, അവളോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ, ജയകൃഷ്ണൻ പറഞ്ഞു. മോളെ പിടിച്ചു വെച്ചിരിക്കുക, അവൾ എപ്പോഴും കരച്ചില. ജഗജിത്ത് പരാതിപ്പെട്ടു. അതിനിപ്പോൾ നമുക്കൊന്നും പറയാനില്ല, നയോമിയുടെ കുട്ടിയല്ലേ. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ശേഷം അവർ നയോമിയുടെ വീട്ടിലേക്ക് കാർ വിട്ടു. ഓർക്കാപ്പുറത്ത് ജയകൃഷ്ണനെയും സ്നേഹിതരെയും കണ്ട് നയോമി അന്തം വിട്ടു. അവരുടെ കാർ മുറ്റത്ത് പ്രവേശിക്കുമ്പോൾ നയോമി സിറ്റൗട്ടിലിരുന്ന് കാൽനഖങ്ങളിൽ നെയിൽ പോളിഷ് ഇടുകയായിരുന്നു. ആദ്യത്തെ അമ്പരപ്പിന് ശേഷം അവൾ എഴുന്നേറ്റ് പുഞ്ചിരിയോടെ ഇറങ്ങിച്ചെന്നു. ഇതെന്താ എല്ലാവരും കൂടെ സർപ്രൈസായിട്ട്? എല്ലാവരും ഇല്ല, ഞങ്ങൾ 5 പേരേ ഉള്ളൂ. നയോമി ഇങ്ങോട്ട് താമസം മാറ്റിയെന്നറിഞ്ഞു. ഞങ്ങളെ അറിയിച്ചില്ല. ആ പരിഭവം പറയാൻ വന്നതാ. ഞങ്ങളല്ലേ ഈ വീട് സംഘടിപ്പിച്ച് തന്നത്. ഓ, എല്ലാരെയും അറിയിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ ഇതെനിക്ക് പുത്തൻ വീടൊന്നും അല്ലല്ലോ. ഇവിടെ 4 വർഷം ജീവിച്ചവളല്ലേ ഞാൻ. കുറച്ചു നാൾ മാറി താമസിച്ചിട്ട് തിരിച്ചു വന്നു, അത്രയേ ഉള്ളൂ. വാ, കയറിയിരിക്കെ. അവൾ അവരെ വീട്ടിനുള്ളിലേക്ക് ക്ഷണിച്ചു. സിറ്റൗട്ടിലിരിക്കാൻ കസേരകളുടെ നേർക്ക് നയോമി ആംഗ്യം കാട്ടിയെങ്കിലും മറ്റുള്ളവർ അത് ഗൗനിക്കാതെ ലിവിംഗ് റൂമിലേക്ക് കടന്നു. നയോമിയുടെ ഫർണിച്ചറൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നോ? രമേശ് ചേറാൻ ചോദിച്ചു. അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, എടുത്തോണ്ടാ പോന്നേ. ഇവിടെ ഇരിക്കാം, ആ സോഫയിലോട്ടിരുന്നോ, നയോമി പറഞ്ഞു. ഇവിടുത്തെ അമ്മയും മുത്തച്ഛനും ഒക്കെ എവിടെ? അവർ പോയോ വീട് വിട്ട്? നീരജ് കുമാർ ഇരിക്കാതെ അകത്തേക്ക് കടന്നു. പുറകെ മറ്റുള്ളവരും. നയോമിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവൾ ലിവിംഗ് റൂമിൽ തന്നെ നിന്നു. സൗദാമിനിയമ്മ അടുക്കളയിലായിരുന്നു. അനിൽ ബാബുവിൻ്റെ കൂട്ടുകാരെ കണ്ടപ്പോൾ ആദ്യം അവരൊന്ന് ഭയന്നു. എന്താ എല്ലാവരും കൂടെ? പേടിക്കണ്ട, വെറുതെ ഒരു വിസിറ്റിന് വന്നതാ. എല്ലാരെയും കണ്ടിട്ട് പോകാമല്ലോ, ഇവിടെ അംഗസംഖ്യ കൂടിയില്ലേ, ജയകൃഷ്ണൻ പറഞ്ഞു. സൗദാമിനി അമ്മയ്ക്ക് സമാധാനമായി. അനിൽ ബാബുവിന് എന്തെങ്കിലും സംഭവിച്ചോ എന്നായിരുന്നു അവരുടെ പേടി.
മുറികളിൽ കയറിയിറങ്ങി സ്ഥിതിഗതികൾ മനസ്സിലാക്കിയ ശേഷം ജയകൃഷ്ണനും സംഘവും ലിവിംഗ് റൂമിൽ വന്നു. നയോമിയും കൃഷ്ണമ്മയും അവിടെ നിൽപ്പുണ്ടായിരുന്നു. വലിയ ലാഭത്തിൽ തന്നെ കിട്ടിയ വീട് അല്ലേ? എന്ത് ലാഭം? എനിക്കൊരു ഫ്ലാറ്റ് എടുക്കണമായിരുന്നു. ഇതിപ്പോൾ എൻ്റെ തലയിൽ കെട്ടിവെച്ചതുപോലായി, നയോമി പറഞ്ഞു. കൊള്ളാവുന്ന ഒരു ഫ്ലാറ്റ് കിട്ടണമെങ്കിൽ രൂപ എത്ര ലക്ഷം കൊടുക്കണം? 2 ബെഡ്റൂമും ഫ്ലാറ്റാണെങ്കിൽ പോലും പ്രീമിയം ടൈപ്പ് കിട്ടണമെങ്കിൽ 50 ലക്ഷത്തിന് മീതെ കൊടുക്കണം, ജയകൃഷ്ണൻ പറഞ്ഞു. 30-35 കിട്ടിയേനെ. എൻ്റെ കയ്യിൽ 18 ലാക്സ് ഉണ്ടായിരുന്നു. ബാക്കി ബാങ്ക് ലോൺ കിട്ടുമായിരുന്നല്ലോ. ഇത് വിറ്റാൽ കിട്ടുമല്ലോ നയോമി, 40 ലക്ഷം. പിന്നെവിടെയാ നഷ്ടം? ഇതിപ്പോൾ 10 ലക്ഷം പോലും ആയില്ലല്ലോ. 10 ലക്ഷോ? അപ്പോൾ അനിലിനെ ചികിത്സിക്കാൻ ചെലവാക്കിയ ലക്ഷങ്ങളോ? ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോഴേക്കും ബില്ലെത്രയാകും? അതുകൊണ്ട് തീർന്നോ? വീട്ടിൽ വന്നാലും ഇടയ്ക്കിടെ ചെക്കപ്പും സ്കാനിങ്ങും മെഡിസിൻസും വേണ്ടി വരില്ലേ? ഇനിയും ചില മൈനർ ഓപ്പറേഷൻസ് നടത്താനില്ലേ? നയോമിയുടെ സ്വരത്തിൽ രോഷം കലർന്നു. മൈനർ ഓപ്പറേഷൻസ് മാത്രമല്ല, ഒരു മേജർ സർജറി കൂടി ബാക്കിയാ. ലോവർ സ്പൈനിൻ്റെ. അത് പിന്നീടത്തേക്ക് മാറ്റി വെച്ചിരിക്കുക. പിന്നെ ലെഫ്റ്റ് ചിൻ ശരിയാകണമെങ്കിൽ പ്ലാസ്റ്റിക് സർജറി വേണ്ടി വരും, നീരജ് കുമാർ വിശദീകരിച്ചു. എൻ്റെ കയ്യിലെ പൈസ തീരുന്നത് വരെ മാത്രമേ നടക്കൂ. അത് കഴിഞ്ഞ് എനിക്ക് പറ്റില്ല. 18 ലക്ഷം രൂപയാണ് എൻ്റെ കയ്യിലുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ബില്ലുകളൊക്കെ ഞാൻ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. നാളെ എൻ്റെ അടുത്ത് വന്ന് അയ്യോ 10 ലക്ഷം രൂപയോ? അതാരെ ചികിത്സിച്ചിട്ടാ? അനിലിന് എല്ലാം കൂടി 2ൽ താഴെയല്ലേ ആയുള്ളൂ എന്നാരും പറയാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാ. നയോമി എന്തിനാ കണക്ക് സൂക്ഷിക്കുന്നേ? ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പിരിഞ്ഞുപോയ നയോമി തിരിച്ചെത്തിയെന്നാണ്. വീട് രജിസ്റ്റർ ചെയ്തു തന്നത് ഒരു നിമിത്തം മാത്രമാ. ഇത് ഇനി നയോമിയുടെ കുടുംബമാ. നയോമി ഞങ്ങളെ ആരെയും ഒന്നും ബോധ്യപ്പെടുത്തണ്ട. കുടുംബത്തോടൊപ്പം ഭംഗിയായി ജീവിച്ചാൽ മാത്രം മതി, രമേശ് ജയറാം ഓർമ്മിപ്പിച്ചു. എൻ്റെ കുടുംബമെന്ന് പറയുന്നത് ഞാനും മുത്തശ്ശിയും ഉദയനങ്ങളും എൻ്റെ മോളും മാത്രമുള്ളതാ. വേണമെങ്കിൽ അനിലിനെ കൂടി ചേർക്കാം. അതിനപ്പുറത്തേക്ക് എൻ്റേതെന്ന് പറയാൻ ആരുമില്ല. അങ്ങനെ പറയരുത് നയോമി. അനിൽ എന്ന് പറയുന്നത് ഒരൊറ്റയാളല്ല. അയാളുടെ സഹോദരങ്ങളും അമ്മയും മുത്തച്ഛനും കൂടി ചേരുന്ന ഇമ്മിണി വലിയൊരു അനിലാ അത്. അനിലിനെ കൂടെ ചേർക്കുക എന്ന് വെച്ചാൽ അവരെയെല്ലാം കൂടെ ചേർക്കുക എന്ന് തന്നെ അർത്ഥം. അതൊക്കെ അനിൽ എണീറ്റ് വരുമ്പോൾ നോക്കിക്കോട്ടെ. എനിക്കിത്രേ പറ്റൂ. വാക്കുമാറ്റി പറയരുത്. അനിലിൻ്റെ ഫാമിലിയെ കൂടി നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടാ വീട് നിന്റെ പേരിൽ രജിസ്റ്ററാക്കി തന്നേ. നീരജിന് ചുണ്ടി കയറി. അവരുടെ ചെലവ് ഞാൻ നടത്തുന്നുണ്ടല്ലോ. ഇവിടല്ലേ അവർ താമസിക്കുന്നേ? പിന്നെന്തിനാ പ്രത്യേകിച്ച് പറയുന്നേ? നീ അവരെ താമസിപ്പിച്ചിരിക്കുന്ന രീതികളൊക്കെ ഞങ്ങൾ കണ്ടു. ഉണ്ടായിരുന്ന മുറികളെല്ലാം നീ കൈവശപ്പെടുത്തി. എന്നിട്ട് ആക്രി കൂട്ടിയിട്ടിരിക്കുന്ന ചായ്പിലേക്ക് നീ അവരെ പുറന്തള്ളി. ഇതെവിടുത്തെ ന്യായമാ നയോമി? എല്ലാ മുറിയും ഞാൻ കൈവശപ്പെടുത്തിയിട്ടില്ല. അടുക്കള ഞാൻ എടുത്തോ? ഇല്ലല്ലോ. ഊണുമുറിയും എനിക്ക് വേണ്ട. അമ്മയുടെ മുറിയും വിട്ടുകൊടുത്തു. ഊണുമുറി ഭക്ഷണം കഴിക്കാനല്ലേ പറ്റൂ. അവിടെ 2 കട്ടിലിടാൻ നീ സമ്മതിക്കുമോ? നയോമി മിണ്ടാതെ നിന്നു. ആകെ 4 ബെഡ്റൂം അല്ലേ ഈ വീട്ടിലുള്ളൂ. നിങ്ങൾ 3 പേര് വന്ന് അതിൽ 3ഉം കൈക്കലാക്കി. ഇവിടെ ഉണ്ടായിരുന്ന 6 പേർക്ക് ഒരൊറ്റ ബെഡ്റൂം. അതെന്ത് നീതിയാ? ഞാൻ ഇവർക്ക് ചോദിച്ചത്രയും ലക്ഷങ്ങൾ എണ്ണിക്കൊടുത്തിട്ട് വാങ്ങിയ വീടാ ഇത്. എൻ്റെ വീട്ടിൽ എനിക്ക് സ്വന്തമായിട്ടൊരു റൂം വേണ്ടേ? എനിക്കൊരു പ്രൈവസി വേണ്ടേ? എൻ്റെ മുത്തശ്ശിക്കൊരു റൂം വേണ്ടേ? അവരതിനു വേണ്ടിയാ ഞാൻ ഉണ്ടാക്കിയ പൈസയെല്ലാം കൂട്ടിവെച്ചത്. പിന്നെ ഉദയനങ്കിൾ, ഞാനൊരു വീട് വാങ്ങിയിട്ട് ഉദയനങ്കിളിന് ഒരു പായും തലയണയും കൊടുത്ത് വരാന്തയിൽ പോയി കിടന്നോളാൻ പറഞ്ഞാൽ മതിയോ? ഞങ്ങൾ 3 പേർക്ക് വേണ്ടിയാണല്ലോ ഞാൻ വീട് വാങ്ങിയത്. മോളെ കൂടി ഞാൻ എൻ്റെ കൂടെ കൂട്ടി. ഇതിൽ കൂടുതൽ ഞാൻ എന്താ ചെയ്യണ്ടേ? നയോമി തൻ്റെ വാദമുഖങ്ങൾ നിരത്തി. അടുത്ത ഭാഗം നാളെ.